നമസ്കാരം. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാൽ നമ്മുടെ കുടുംബവും നമ്മുടെ അയൽപക്കത്തുള്ള കുടുംബങ്ങളും എല്ലാവരും വലിയ രീതിയിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഉടനടിയുള്ള എല്ലാ സാധനങ്ങൾക്കുള്ള വിലക്കയറ്റം, അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ കുറവ്, അതുപോലെ തന്നെ ജോലിയുടെ ലഭ്യത ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. AI ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരുടെ പല മേഖലയിലുള്ള തൊഴിലുകൾ നഷ്ടപ്പെട്ടു പോയി. പലരും IT മേഖലയിലുണ്ടായിരുന്നു. IT മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ബിസിനസ്സുകൾക്കും മറ്റുള്ള എല്ലാവർക്കും അത് ബാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ബാധിക്കുന്ന സമയത്ത് ബിസിനസ്സുകാരെന്ത് ചെയ്യും? അവരെ എംപ്ലോയീസിനെ കംപ്ലീറ്റ് പിരിച്ചുവിടും. അവർ പിരിച്ചുവിടുമ്പോൾ അവരെ ഏകദേശം പിടിച്ചു നിൽക്കാൻ തുടങ്ങും. പക്ഷേ ഈ പിരിച്ചുവിട്ടവൻ്റെ ഫാമിലിയോ അവനോ കംപ്ലീറ്റ്ലി അവൻ എന്നേക്കുമായിട്ട് ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചത്, HUF എന്ന് നിങ്ങൾ +2 അതുപോലെ ഡിഗ്രി PG പഠിക്കുമെന്ന് കേട്ടിട്ടുണ്ടാവും. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ട് ഒരു അറിവില്ല. പക്ഷേ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതിൻ്റെ ഒരു അറിവ് വെച്ചിട്ട്, ഒരു ഓർമ്മ വെച്ചിട്ട്, ഒരു ഫാമിലി കംപ്ലീറ്റ് ഒരു ജോയിൻ്റ് ആയിട്ട് ഒരു ഫാമിലിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നോർത്തിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു ഫാമിലി, ഏതൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് ഒരു ബിസിനസ് ഉണ്ടാവും. അവർ ആ ബിസിനസ് നന്നായിട്ട് ഫോളോ ചെയ്യും. അവരുടെ കുടുംബത്തിൽ മറ്റുള്ളവർ ഏതെങ്കിലും ഹയർ ലെവലിൽ അതോറിറ്റി സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ ജോലിക്കാരായിട്ടൊക്കെ അത് ഹയർ ലെവലിലേക്ക് പോകാറുണ്ട്. പക്ഷേ അവരുടെ ഫാമിലിക്ക് ഒരു ബിസിനസ് ഉണ്ടാവും. എപ്പോഴും ഒരു കുടുംബത്തിന് ഒരു ബിസിനസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബം ഒരിക്കലും പട്ടിണിയാവില്ല. ലൈക്ക് ആ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് ഈ ഫാമിലിയുടെ ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് അദ്ദേഹത്തിന് ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും പട്ടിണി പാവങ്ങളായിട്ട് ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായിട്ട് മാറുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അത് നല്ലൊരു പദ്ധതിയാണെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി കണ്ടു. ഈ ഒരു പദ്ധതി പ്രകാരം നമ്മുടെ കുടുംബത്തിലും നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള, അല്ലെങ്കിൽ ഓരോ ഓണ്ടർപ്രണർഷിപ്പ്, എന്തെങ്കിലും ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരികയാണ് കേരള ഗവൺമെൻറ് ചെയ്യുന്നത്. എന്താണ് ഈ പദ്ധതി? എങ്ങനെ നമുക്കിത് നമ്മുടെ വീട്ടിൽ ചെയ്യാം, നമ്മുടെ കുടുംബത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനുകൾക്കായിട്ടും ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. കേരള ഗവൺമെൻറ് 2023 ജാനുവരി മാസം 17-ാം തീയതിയാണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ഇത് കാണാൻ വൈകി എന്നത് ഒരു വലിയ തെറ്റാണ്. കാരണം ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം അറിയുന്നത്. ഒരുപക്ഷെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർ അധികം ചൂസ് ചെയ്യാത്തൊരു മേഖലയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴും ജോലി ഒരു കുട്ടിയെ നമ്മൾ കോളേജിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങുന്ന ആ സമയം മുതൽ അവൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ജോബാണ്. ജോലി എന്ന് പറഞ്ഞാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ്, ഒരു ബിസിനസ് മൈൻഡ് സെറ്റോ ഇതുപോലെ ഒരുപാട് ജോലിക്കാരെ വെച്ചിട്ടുള്ള വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറണമെന്നോ അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു ജോലി എപ്പോഴും ഒരു ചട്ടക്കൂടിനുള്ളിൽ നിർത്തി വളർത്താൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാർ, അധ്യാപകരാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സൊസൈറ്റി ആണെങ്കിലും അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ജോലി കിട്ടണം, പഠിക്കുന്നതിനാണ് ജോലി കിട്ടാൻ. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. ജോലി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഏൺ ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ, അതിനപ്പുറത്തേക്ക് നമുക്ക് കയറി പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് മേളിലേക്ക് നമുക്ക് ഡ്രീം ചെയ്യണമെങ്കിൽ, വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് ഡ്രീം ചെയ്യണമെങ്കിൽ നമുക്ക് ജോലിക്ക് അപ്പുറത്ത് കിടക്കണം. അപ്പോൾ ജോലിക്ക് അപ്പുറത്ത് കിടക്കണമെങ്കിൽ അത് ബിസിനസ്സിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ ബിസിനസ് നമ്മുടെ കുട്ടികൾ ചെയ്തു തുടങ്ങണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരു ബിസിനസ് ഉണ്ടാവണം. ഒരു കുടുംബത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആ കുട്ടി വളർന്നു വരുന്ന ഓരോ സാഹചര്യത്തിലും ആ ബിസിനസ്സിന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ ആ കുട്ടി തന്നെ ചെയ്യുന്നൊരു സാഹചര്യം, ആ ബിസിനസ് പടർന്ന് പന്തലിച്ച് ലോകവ്യാപകമായിട്ട് മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഏത് കേസിൽ നമ്മുടെ ഫാമിലി ബിസിനസ് ഉണ്ടെങ്കിൽ. അങ്ങനെ കേരള ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പദ്ധതിയുടെ പേരാണ് വൺ ഫാമിലി വൺ എൻ്റർപ്രൈസസ്, OFOE എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു പദ്ധതി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു പദ്ധതി പ്രകാരം നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക. അത് ഷെഡ്യൂൾഡ് ബാങ്ക്സ്, KSDIC, അതുപോലെ KFC, KSFE ഇവരൊക്കെ വഴി, കേരള ബാങ്ക്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ വഴിയാണ് 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഫാമിലിയിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാം. നമ്മുടെ കഴിഞ്ഞ ഏതാനും ദിവസം മാനസ് മധുവിൻ്റെ ഏത്തക്ക ചിപ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ വീഡിയോ. അദ്ദേഹം ഏത്തക്ക ചിപ്സ് വീട്ടിലിരുന്നിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് ഇന്ന് കോടികൾ കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു ഏതാനും വർഷങ്ങൾ കൊണ്ട്. അതേപോലെ തന്നെ എത്രയോ ആൾക്കാർ, ഒരു ലേഡി, അവരുടെ പേര് ഞാൻ മറന്നുപോയി, അവർ ഈ ചിരട്ട കൊണ്ട്
തേങ്ങയിൽ നിന്ന് നമ്മൾ തേങ്ങ ഒക്കെ എടുത്തിട്ട് അവസാനം നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട കൊണ്ട് ക്രാഫ്റ്റുകൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് വേൾഡ് വൈഡ് കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ലെവലിലേക്ക് എത്തി. അവരും വലിയൊരു റെപ്യൂട്ടഡ് പോസ്റ്റിൽ നിന്നും വന്നിട്ട് ബിസിനസ് തുടങ്ങിയാണ്. തൃശ്ശൂർകാരാണ് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. എന്ത് തോന്നിയാലും, എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ തോന്നിയാലും അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ജോയിൻ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ വലിയൊരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? പല സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് ഐറ്റംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പപ്പടം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നല്ല വസ്ത്രങ്ങൾ, കുഞ്ഞുടുപ്പുകളൊക്കെ തയ്യൽ മെഷീൻ വെച്ചിട്ട് വീട്ടിൽ നിന്ന് തയ്ച്ച് അതൊക്കെ നമുക്ക് സെല് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതിന് പല ടൈപ്പ് പ്രോഡക്ട്സ്, ക്രാഫ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രമാണ്. അത് കുടുംബത്തിലൊരു ബിസിനസ് ആയിട്ട് തുടങ്ങണം. അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. പല തരത്തിലുള്ള ട്രെയിനിങ്സ്, ഓണ്ടർപ്രണർഷിപ്പ് ട്രെയിനിങ്സ്. സോ ഇത് മെയിനായിട്ട് ഇവർ കൊടുക്കുന്നത് ഒരു 10 lakh rupees ഫിക്സഡ് ക്യാപിറ്റൽ ലോൺ ആയിട്ടും ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആയിട്ടുമാണ് ഈ 10 ലക്ഷം രൂപ വരെ ഇവർ കൊടുക്കുന്നത്. അതിനൊരു അഡ്വാൻറ്റേജും ഉണ്ട്. ഈ 10 ലക്ഷം രൂപയ്ക്ക് ഇവിടെ പറയുന്നുണ്ട് 6% ഇവർ സബ്വെൻഷൻ നമുക്ക് ലഭ്യമാകും. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് കുറഞ്ഞു കിട്ടും. ഈ പറയുന്ന 6% എമൗണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. അത് കിട്ടുകയും ചെയ്യും. അതിൽ നമുക്ക് 6% കുറഞ്ഞു കിട്ടുകയും ചെയ്യും. നോർമലി എത്രയാണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതിൽ നിന്ന് ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് കുറഞ്ഞിട്ട് അത് വലിയൊരു ഹെൽപ്പ് തന്നെയായിരിക്കും. ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പദ്ധതി പ്രകാരം ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്സ് കാര്യങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പദ്ധതിയുടെ മുഴുവൻ വിവരങ്ങളും ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു പദ്ധതിയിൽ 50% ബെനിഫിഷ്യറീസ് അണ്ടർ ദ സ്കീം ഷാൽ ബി വുമൺ ഓൺടർപ്രണേഴ്സ്. വിമൺ ഓൺടർപ്രണേഴ്സിനാണ് ഇവർ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് ഒരു ചാൻസ് 100% അവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ അവർക്കത് ട്രൈ ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്കും അത് ട്രൈ ചെയ്യാൻ പറ്റും. ആർക്കും അതിനകത്തൊരു ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവരുടെ ട്രിവാൻഡ്രത്തുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓർ നിങ്ങൾക്ക് അടുത്തുള്ള വ്യവസായ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വൺ ഫാമിലി ഓൺ എന്റർപ്രൈസസ് സ്കീം. ദ സ്കീം envisage to encourage entrepreneurial activity in every household and promote upcoming entrepreneurs in setting up enterprise through providing interest subvention for loan amount up to 10 lakh rupees. അത് ഫിക്സഡ് ക്യാപിറ്റൽ ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ലോണാണ് ഓഫ് ദ പ്രൊജക്റ്റ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. സോ അപ്ലൈ ഫോർ ദ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, ക്യാപ്ചയൊക്കെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ, പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പദ്ധതി OFOE എന്ന് പറഞ്ഞ ഈ ഒരു പദ്ധതി എല്ലാവരും പരമാവധി ഉപയോഗിക്കുക. ആർക്കും അറിയില്ല, ഇങ്ങനെയുള്ള നല്ല നല്ല ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഈ പ്രൊജക്റ്റുകൾ പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കംപ്ലീറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയി മാറട്ടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. 2001-4-2022 ശേഷം അന്നോ അതിന് ശേഷമോ സ്റ്റാർട്ട് ചെയ്ത എല്ലാ ബിസിനസ്സുകാർക്കും 10 ലക്ഷത്തിനടുത്ത് സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും ഇത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് the MSME unit which commenced operations production on or after 1/4/2022 are eligible for assistance under this scheme. സ്റ്റാർട്ട് ചെയ്തവർക്കും ഈ അസിസ്റ്റൻസ് കിട്ടും. ദ യൂണിറ്റ് ഷാൽ ഹാവ് വാലിഡ് ഉദയം രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും വലിയൊരു ബെനിഫിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.